BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ഇന്ത്യൻ സ്കൂൾ യുവജനോത്സവമായ തരംഗ് 2024 സ്റ്റേജ് പരിപാടികൾക്ക് വർണ്ണശബളമായ തുടക്കം. ഇസാഡൌൺ ക്യാമ്പസിലെ ജഷൻമാൾ ഓഡിറ്റോറിയത്തിൽ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് ദീപം തെളിയിച്ചതോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. വൈസ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ, ഭരണസമിതി അംഗങ്ങളായ മിഥുൻ മോഹൻ, ബിജു ജോർജ്, പ്രിൻസിപ്പൽ VR പളനിസ്വാമി, ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവിയർ, സ്റ്റാഫ് പ്രതിനിധി പാർവതി ദേവദാസ്, മിഡിൽ സെഷൻ വൈസ് പ്രിൻസിപ്പൽ ജോസ് തോമസ്, പ്രധാന അധ്യാപകർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഷമാലി ആനന്ദ്, റെബേക്ക ആൻബിനു എന്നിവർ അവതാരകരായിരുന്നു. സ്റ്റേജ് പരിപാടികൾ രാവും പകലുമായി ഒക്ടോബർ 1 വരെ നീണ്ടുനിൽക്കും. പിന്നീട് നടക്കുന്ന ഒരു ഗ്രാൻഡ് ഫിനാലെയിൽ കലാരത്ന, കലാശ്രീ അവാർഡുകളും ഗ്രൂപ്പ് ചാമ്പ്യൻഷിപ്പ് അവാർഡുകളും സമ്മാനിക്കും. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, സെക്രട്ടറി V രാജപാണ്ഡ്യൻ, ഭരണസമിതി അംഗങ്ങൾ, പ്രിൻസിപ്പൽ VR പളനിസ്വാമി എന്നിവർ മത്സരങ്ങളിൽ സജീവമായി പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെയും കലോത്സവത്തിന്റെ വിജയത്തിനായി ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന അധ്യാപകരെയും അഭിനന്ദിച്ചു. മാതാമൃതാനന്ദമയി സേവാ സമിതി ബഹ്റൈൻ സദ്ഗുരു മാതാമൃതാനന്ദമയി ദേവിയുടെ 71ാമത് ജന്മദിനം ആത്മീയ പരിപാടികളോടെ ആഘോഷിച്ചു. ആത്മീയ സാന്നിധ്യം നിറഞ്ഞ വിശിഷ്ടമായ ചടങ്ങിന് ബഹ്റൈനിലെ ഭക്തസമൂഹം ഒന്നായി പങ്കെടുത്തു. രാവിലെ ഗുരുപാദ പൂജയും ഗുരുപാദാഭിഷേകവും നടന്നു. തുടർന്ന് ലളിതാ സഹസ്രനാമത്തിലെ ത്രിശക്തി എന്ന നാമജപർച്ചനയും ഉണ്ടായിരുന്നു. അതിനുശേഷം മഹാപ്രസാദ ഭോജനത്തോടെ കാര്യപരിപാടികൾ സമാപിച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫ്യൂച്ചർ ടെക് എക്സ്പോയിൽ 1ാം സ്ഥാനം നേടിയ കൈരളി മനാമയുടെ വൈസ് പ്രസിഡന്റ് നൌഷാദ് കണ്ണൂരിന്റെ മകൻ നാസർ നൌഷാദിന് കൈരളി മനാമയുടെ സ്നേഹാദരവ് നൽകി. ശ്രീജിഷ് വടകര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MCM ജനറൽ സെക്രട്ടറി അഷ്കർ പൂഴിത്തല, KMCC സെൻട്രൽ മാർക്കറ്റ് ഏരിയ പ്രസിഡന്റ് സലാം അമ്പാട്ടുമൂല, OSCC നേതാവ് ചന്ദ്രൻ വളയം എന്നിവർ ചേർന്നാണ് നസീൽ നൌഷാദിന് മൊമന്റോ നൽകി ആദരിച്ചത്. തമിഴ്നാട് ധർമ്മപുരിയിൽ 1400ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്ത എക്സ്പോയിലാണ് ബഹ്റൈൻ മുൻ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥി കൂടിയായ നാസിൽ നൌഷാദ് 1ാം സ്ഥാനം നേടിയത്. ഗൾഫ് മാധ്യമ ഓണാഘോഷത്തിന്റെ ഭാഗമായി ബഹ്റൈനിലെത്തിയ പ്രശസ്ത സിനിമാ താരം ശ്രീ വിനോദ് കോവൂരിനെ ബഹ്റൈൻ നവകേരള ഭാരവാഹികൾ സന്ദർശിച്ചു. ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ ഉപവിഭാഗമായ വെൽനസ് ഫോറത്തിന്റെ പ്രവർത്തനോദ്ഘാടനം സെപ്റ്റംബർ 27 വെള്ളിയാഴ്ച വൈകിട്ട് 7:30 മുതൽ SNCS സിൽവർ ജൂബിലി ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. മുഖ്യാതിഥിയായി പങ്കെടുത്ത അൽഹിലാൽ ഹോസ്പിറ്റൽ ഡെർമറ്റോളജി വിഭാഗം ഡോക്ടർ സിതാര ശ്രീധരൻ ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വെൽനസ് ഫോറം ജനറൽ കൺവീനർ ശ്രീലാൽ ശശി ചടങ്ങിന് സ്വാഗതം അറിയിച്ചു. അംഗങ്ങളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്ന പ്രധാന ഉദ്ദേശത്തോടു കൂടി രൂപീകരിച്ച ഫോറം ശാരീരികം, മാനസികം, സാമൂഹികം, ആത്മീയം എന്നീ 4 വിഭാഗങ്ങളെയാണ് തരംതിരിച്ചിട്ടുള്ളത്. 4 വിഭാഗങ്ങളിലേക്കായി പ്രവൃത്തി പരിചയമുള്ള കൺവീനർമാരെയും തെരഞ്ഞെടുത്തു. ഡോക്ടർ രമ്യ അരുൺ, ഡോക്ടർ ആദിത്യ, ഷാജ സജീവൻ, ലതീഷ്, അജിത പ്രകാശ്, ആതിര അങ്കിത്, സജിത്, സന്ധ്യ ബിനോജ്, നിമി ജയമോഹൻ എന്നിവരാണ് 4 വിഭാഗങ്ങളിലേക്കായി തെരഞ്ഞെടുക്കപ്പെട്ട കൺവീനർമാർ. SNCS ചെയർമാൻ കൃഷ്ണകുമാർ D, ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് MS, വെൽനസ് ഫോറം മുഖ്യോപദേശകൻ സുരേഷ് കരുണാകരൻ എന്നിവർ ചടങ്ങിന് ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. നിമി ജയമോഹൻ അവതാരകയായ പ്രസ്തുത ചടങ്ങിന് വെൽനസ് ഫോറം സെക്രട്ടറി ഓമനക്കുട്ടൻ നന്ദി രേഖപ്പെടുത്തി. മുഖ്യമന്ത്രി എല്ലാ നിലയിലും പരാജയമാണെന്ന് ഭരണകക്ഷി MLA തന്നെ പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയെങ്കിൽ അതിൽ ഒരു തരത്തിലും നാടിന് ഗുണകരമല്ല എന്ന് IYCC ബഹ്റൈൻ ദേശീയ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. PV അൻവർ MLAയുടെ വെളിപ്പെടുത്തലുകൾക്ക് അനുസൃതമായി ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും IYCC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ്, ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, ട്രഷറർ ബെൻസി ഗനിയൂഡ് എന്നിവർ വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടു. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന കമ്പനിയുടെ പുതുക്കിയ ബാഗേജ് നയത്തെ സ്വാഗതം ചെയ്ത് പ്രവാസി ലീഗൽ സെൽ മുൻപുണ്ടായിരുന്നതുപോലെ 30 കിലോഗ്രാം ബാഗേജ് അലവൻസ് പുനഃസ്ഥാപിച്ചുകൊണ്ടാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് പുതിയ നയം പുറത്തിറക്കിയത്. ഈ പ്രശ്നത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര വ്യോമയാന മന്ത്രി ശ്രീ K രാംമോഹൻ നായിഡുവിന് പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് എബ്രഹാം, ദുബായ് ചാപ്റ്റർ അധ്യക്ഷൻ ശ്രീ TN കൃഷ്ണകുമാർ എന്നിവർ നേരത്തെ പരാതി നൽകിയിരുന്നു. ബാഗേജ് അലവൻസ് വെട്ടിക്കുറച്ച എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന കമ്പനിയുടെ നടപടി UAE-യിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുമുള്ള പ്രവാസികൾക്ക് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ നിവേദനത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഈ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന കമ്പനിയുടെ പുതുക്കിയ ബാഗേജ് നയം സ്വാഗതാർഹമാണെന്ന് പ്രവാസി ലീഗൽ സെൽ ഗ്ലോബൽ വക്താവ് സുധീർ തിരുനെല്ലത്ത് പറഞ്ഞു. കൂത്തുപറമ്പ് സമരനായകൻ പുഷ്പൻ അന്തരിച്ചു. 54 വയസ്സായിരുന്നു. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ 3:30
ആയിരുന്നു അന്ത്യം. ഓഗസ്റ്റ് 2 വൈകിട്ട് അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 1994 നവംബർ 25 കേരളത്തെ നടുക്കിയ കൂത്തുപറമ്പ് പോലീസ് വെടിവെപ്പിൽ 5 ഡിവൈഎഫ്ഐക്കാർ മരണമടഞ്ഞപ്പോൾ വെടിയേറ്റ് ശരീരം തളർന്ന് ജീവിതകാലം മുഴുവൻ ശയ്യയിലായതാണ് പുഷ്പൻ. സുഷുമ്നാ നാഡി തകർന്ന 24 വയസ്സിലാണ് പുഷ്പൻ കിടപ്പിലാകുന്നത്. അന്ന് തൊട്ടിന്നോളം പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പുഷ്പന്റെ സജീവ സാന്നിധ്യമുണ്ടായിരുന്നു. മലയാളികളുടെ മുഴുവൻ കണ്ണീർ പുഷ്പങ്ങൾ ഏറ്റുവാങ്ങി ഒടുവിൽ അർജുൻ മടങ്ങി. കണ്ണാടിക്കലിലെ അർജുന്റെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. സഹോദരൻ അഭിജിത്താണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. അർജുനെ ഒരു നോക്ക് കാണാനും അന്തിമോപചാരം അർപ്പിക്കാനും ആയിരക്കണക്കിന് ആളുകളാണ് വീട്ടിലേക്ക് ഒഴുകിയത്. മലയാളികൾ ഇത്രത്തോളം കാത്തിരുന്ന മടങ്ങിവരവ് ആഗ്രഹിച്ച ഒരു മനുഷ്യൻ വേറെയില്ല. അർജുന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും മറ്റു കുടുംബങ്ങൾക്കും ഒപ്പം ഓരോ മലയാളിയും അവന്റെ തിരിച്ചുവരവ് ആഗ്രഹിച്ചിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു. ഇന്നലെ 75-ാം ദിവസം ഒരു നാടാകെ തേങ്ങിക്കൊണ്ട് അർജുന് യാത്രാമൊഴി ചൊല്ലി. അർജുന്റെ മൃതദേഹം വഹിച്ച ആംബുലൻസ് ജില്ലാ അതിർത്തിയായ അഴിയൂരിൽ ശനിയാഴ്ച രാവിലെ 6 എത്തി. മന്ത്രി എ കെ ശശീന്ദ്രൻ, MLA തൊട്ടത്തിൽ രവീന്ദ്രൻ, KK രമ, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ തുടങ്ങിയവർ മൃതദേഹം ഏറ്റുവാങ്ങി. 9 മണിയോടെ അർജുന്റെ മൃതദേഹം ആംബുലൻസിൽ നിന്ന് പുറത്തെടുത്ത് വീട്ടിൽ പൊതുദർശനത്തിനായി വെച്ചു. 1 മണിക്കൂറാണ് പൊതുദർശനം എന്ന് നിശ്ചയിച്ചിരുന്നുവെങ്കിലും 100 കണക്കിന് ആളുകൾ അർജുനെ കാണാൻ വീട്ടിലും പരിസരത്തുമായി തടിച്ചുകൂടിയതോടെ പൊതുദർശനം നീണ്ടുനിന്നു. ജനകീയ സംരംഭമായ പ്രളയ നിരീക്ഷണ മുന്നറിയിപ്പ് സംവിധാനത്തിന്റെയും ഡാഷ്ബോർഡിന്റെയും ഔദ്യോഗിക ഉദ്ഘാടനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിർവഹിച്ചു. കാലാവസ്ഥാ വ്യതിയാനം ഏറെ നിർണായകമായ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളെ മറികടക്കുന്നതിന് വിവരശേഖരം അനിവാര്യമാണ്. പ്രാചീനവും നൂതനവുമായ അറിവുകളെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ടു പോകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി കോ ചെയർമാനുമായ മനോജ് മൂത്തേടൻ ഖാദർ ആപ്പിന്റെ പ്രകാശനം നിർവഹിച്ചു. പ്രളയ നിരീക്ഷണവുമായി ബന്ധപ്പെട്ട വിവരശേഖരണത്തിൽ പങ്കാളികളായ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. കളക്ടറും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാനുമായ NSK ഉമേഷ് അധ്യക്ഷത വഹിച്ചു. പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ ഉല്ലാസ് തോമസ്, ഷാരോൺ പനക്കൽ, ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ K മനോജ്, ഇഗ്നോട്ടിക് CEO ഡോക്ടർ ജയരാമൻ, ഡോക്ടർ മധുസൂദനൻ തുടങ്ങിയവർ പങ്കെടുത്തു. നടിയും അഭിഭാഷകനും ചേർന്ന് ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയുമായി നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോൻ. നടിക്കെതിരെയും ഇവരുടെ അഭിഭാഷകനെതിരെയും സംസ്ഥാന പോലീസ് മേധാവിക്ക് ബാലചന്ദ്ര മേനോൻ പരാതി നൽകി. 3 ലൈംഗിക ആരോപണങ്ങൾ ഉടൻ വരുമെന്നായിരുന്നു നടിയുടെ അഭിഭാഷകന്റെ ഫോണിലൂടെയുള്ള ഭീഷണി. അടുത്ത ദിവസം നടി സമൂഹ മാധ്യമങ്ങളിൽ ഇക്കാര്യം സൂചിപ്പിച്ച് പോസ്റ്റ് ഇട്ടതായും പരാതിയിൽ പറയുന്നു. മുകേഷ് അടക്കം 7 പേർക്കെതിരെ പരാതി നൽകിയിട്ടുള്ള ആലുവ സ്വദേശിയായിട്ടുള്ള നടിയും ഇവരുടെ അഭിഭാഷകനും പണം ലക്ഷ്യമിട്ട് തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുവെന്നും മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ ബാലചന്ദ്ര മേനോൻ ആരോപിച്ചു. അഡ്വക്കേറ്റ് സന്ദീപ് എന്നാണ് വിളിച്ചയാൾ പരിചയപ്പെടുത്തിയത്. 3 ലൈംഗിക പീഡന കേസുകൾ താങ്കൾക്കെതിരെ വരുന്നു എന്ന് പറഞ്ഞ് ആ ഫോൺ കോൾ അപ്പോൾ തന്നെ കട്ട് ചെയ്തു. എന്നാൽ അടുത്ത ദിവസം തന്നെ ഈ നടി സമൂഹ മാധ്യമത്തിന്റെ തന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ടും പോസ്റ്റ് ഇട്ടു എന്നും ബാലചന്ദ്ര മേനോൻ പറഞ്ഞു. തന്റെ ആദ്യ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ബാലചന്ദ്ര മേനോൻ മോശമായി പെരുമാറിയെന്നാണ് നടി ആരോപിച്ചത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.